തൃശൂർ പൂരം വെടിക്കെട്ട് വിവാദത്തിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇപ്പോഴത്തെ വിവാദം കാര്യമാക്കേണ്ടതില്ലെന്ന് സുരേഷ് ഗോപി. വെടിക്കെട്ടിന് എങ്ങനെയാണ് അനുമതി ലഭിക്കുകയെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കണമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ജനവാസ മേഖലയിൽ തുടർച്ചയായി പുലിയുടെ സാന്നിധ്യം മൂലം ചാലക്കുടിയിൽ ജനങ്ങൾ ഭീതിയിൽ. പുലിയെ പിടികൂടാൻ തിങ്കളാഴ്ച ജനകീയ തെരച്ചിൽ നടത്തുമെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. തൃശൂർ കുന്നംകുളം പാത വികസനം തുടരുമ്പോഴും പൂങ്കുന്നത്ത് റോഡ് വികസനമില്ല. യാത്രാ ദുരിതം ബാക്കി നിർത്തി പൂങ്കുന്നത്തെ കുപ്പിക്കഴുത്ത്. മതിലകം ഇരട്ട കൊലപാതക കേസിലെ പ്രതികളായ 2 പേർക്ക് ഇരട്ട ജീവപര്യന്തം. ബാലികയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിച്ച കരാട്ടെ പരിശീലകന് 23 വർഷം തടവ്. ഹണി ട്രാപ്പിലൂടെ പണം അപഹരിച്ചതിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൊല്ലം സ്വദേശിനിക്ക് 4 വർഷം തടവ്. ദേശമംഗലം കൊണ്ടയൂരിൽ മദ്യലഹരിയിൽ മകൻ അമ്മയെ തല്ലിച്ചതച്ചു. ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ശക്തമാക്കുമെന്ന് DIG R ഹരിശങ്കർ. ലഹരിക്കെതിരെ TCB നടത്തുന്ന ക്യാമ്പയിൻ അഭിനന്ദനാർഹമാണെന്ന് KK രാമചന്ദ്രൻ MLA. തൃശൂർ കൈപ്പറമ്പ് തലക്കോട്ടുകര റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തി റോഡരികിൽ മെറ്റൽ കൂനകൾ. മേഖലയിൽ അപകടങ്ങൾ തുടർക്കഥയാകും. മയക്കുമരുന്ന് കേസിൽ പിടിയിലായ മനക്കുടി സ്വദേശി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. പോലീസിനെ വെട്ടിച്ചു കടന്നത് ബാംഗ്ലൂരുവിൽ തെളിവെടുപ്പിനിടെ. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. തൃശൂർ പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് തുടരുന്ന അനിശ്ചിതത്വത്തിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇപ്പോഴത്തെ വിവാദം കാര്യമാക്കേണ്ടതില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. പൂരം വെടിക്കെട്ട് ഗംഭീരമായി നടക്കും. പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും ദേവസ്വം ഭാരവാഹികളെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ മുൻപിൽ കൊണ്ടുപോയി ഇരുത്തി അവരുമായി 2 മണിക്കൂർ ചർച്ച ചെയ്ത് കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പിറ്റേ ദിവസം ഓരോ വകുപ്പിനെയും വിളിച്ചിരുത്തിയാണ് അവർ ചർച്ചകൾ നടത്തിയതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. കേന്ദ്ര നിയമം മാറ്റുന്നത് ഇന്ത്യയിലെ മുഴുവൻ ഇടങ്ങളെയും ബാധിക്കുന്ന കാര്യമാണ്. അപകടങ്ങൾ നിയന്ത്രിക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ കോടതിയും ജനങ്ങളും സർക്കാരിനോട് ചോദിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂർ പൂരം വെടിക്കെട്ട് ഗംഭീരമായി ജനങ്ങൾ നടത്തുമെന്ന് പറഞ്ഞൊഴിയാതെ എങ്ങനെയാണ് വെടിക്കെട്ടിന് അനുമതി ലഭിക്കുകയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കണമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. വിശ്വാസികളും പൂരപ്രേമികളും കടുത്ത ആശങ്കയിലാണ്. സ്വന്തം കാര്യസാധ്യത്തിനായി എന്തും വിളിച്ചു പറയുമ്പോൾ ഇതും കൂടെ പറയുവാനുള്ള ഉത്തരവാദിത്വം കാണിക്കണം. ഇനി വ്യക്തിപരമായ നേട്ടത്തിനുള്ള അടുത്ത നാടകമാണോ ഇതെന്നും DCC പ്രസിഡന്റ് ചോദിച്ചു. പൂരത്തിന്റെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ബഹുമാനനായ തൃശൂർ MP സുരേഷ് ഗോപി ഇന്ന് നടത്തിയ ചില പ്രസ്താവന അത് വളരെ മോശമായ രീതിയിൽ, അതൊക്കെ ഒരു തരികട പരിപാടി എന്ന രീതിയിലൊക്കെ സംസാരിച്ചത് അത് വളരെ ഖേദകരമായി. തൃശ്ശൂരിലെ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. എന്താണ് ബഹുമാനായ MP ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഈ തൃശ്ശൂരിനെ സംബന്ധിച്ച് വിശ്വാസികളും പൂരപ്രേമികളും കടുത്ത ആശങ്കയിലാണ്. അവർക്ക് ഈ വെടിക്കെട്ട് നടക്കില്ല എന്ന് കേൾക്കുമ്പോഴുള്ള വലിയൊരു പ്രയാസമുണ്ട്. എന്തുകൊണ്ട് അതിനെ മറികടക്കാൻ MP ശ്രമിക്കുന്നില്ല എന്നതാണ്. ഇത് ഒക്ടോബറിലാണ് ഈ നമ്മുടെ സുരേഷ് ഗോപി തന്നെ മന്ത്രിയായ പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ ഈ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരവിലെ നിബന്ധനകളാണ് 200 മീറ്റർ എന്ന് പറയുന്നത്. മാഗസിനിൽ നിന്നും ഫയർ ലൈനിലേക്ക് അത് മാറ്റാൻ എന്തുകൊണ്ട് അവർക്ക് സാധിക്കുന്നില്ല? ഇനി അത് ഇപ്പോൾ ഒക്ടോബറിൽ വന്ന് ഇത്ര മാസം കഴിഞ്ഞില്ലേ? ഇപ്പം ഇനി അത് മാറ്റിയാൽ തന്നെ ഇനി അത് ഒരു റെക്ടിഫിക്കേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള സമയമുണ്ട്. ഇതൊന്നിനും മുതിരാതെ ഇപ്പം ഇതൊക്കെ വളരെ മോശമായ രീതിയിൽ അതൊക്കെ ജനങ്ങൾ ഗംഭീരമായി നടത്തുമെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത് വളരെ വേദനയുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ മഹിമയും മഹത്വവും അതിൻ്റെ പെരുമയൊക്കെ അറിയുന്ന ഒരാൾ പോലും അങ്ങനെ സംസാരിക്കില്ല. പൂരത്തെ അങ്ങനെ ഒരു കുട്ടിക്കളിയാക്കി കാണാവുന്ന ഒന്നല്ല. അത്രയോ പാരമ്പര്യവും പൈതൃകവുമുള്ള ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബഹുമാനനായ MP ഈ കാര്യത്തിൽ ആ ഉത്തരവിലെ നിബന്ധനകൾ നീക്കം ചെയ്യുകയും ഭംഗിയായ രീതിയിൽ വെടിക്കെട്ട് നടത്തുന്നതിന് വേണ്ട സൗകര്യമൊരുക്കുകയും അല്ലെങ്കിൽ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾക്കതിനെ കുറിച്ച് ആവശ്യപ്പെടാനുള്ളത്. പൂരം എക്സിബിഷൻ തറവാടക പ്രശ്നം കോടതി നിർദ്ദേശം പാലിച്ചുകൊണ്ട് ആർക്കും തർക്കമുണ്ടാകാത്ത രീതിയിൽ പരിഹരിക്കുമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ പറഞ്ഞു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റിനെ കുറിച്ച് വിശദീകരിക്കാൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൂരം എക്സിബിഷന്റെ കാര്യത്തിൽ
പൂരം നടത്തിപ്പുകാരായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം കോടതി നിർദ്ദേശത്തിന് വിധേയമായി പരിഹാരമുണ്ടാക്കും. പൂരം എക്സിബിഷൻ നടക്കുന്ന കാലയളവിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് ട്രേഡ് ഫെയർ നടത്തില്ല. ക്ഷേത്ര ദർശനത്തിനെത്തുന്ന പുരുഷന്മാർ ഷർട്ട് ധരിക്കുന്ന വിഷയത്തിൽ ഉൾപ്പെടെ നിലവിലുള്ള ആചാരങ്ങളിൽ ഒന്നിലും മാറ്റം വരുത്താൻ ആലോചിച്ചിട്ടില്ലെന്ന് കെ രവീന്ദ്രൻ വ്യക്തമാക്കി. 332.38 കോടി രൂപ വരവും 329.30 കോടി രൂപ ചെലവും കണക്കാക്കി 3.08 കോടി രൂപ നീക്കിയിരിപ്പ് വരുന്ന രീതിയിലാണ് 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ മേജർ ക്ഷേത്രങ്ങളിലും കമ്പ്യൂട്ടറൈസേഷനും ഫയലിംഗും വ്യാപിപ്പിക്കുന്നതിനും CCTV സംവിധാനം ഏർപ്പെടുത്തുന്നതിനും ബജറ്റിൽ 2 കോടി രൂപ വകയിരുത്തി. ഓൺലൈൻ സംവിധാനങ്ങൾ കൂടുതൽ ക്ഷേത്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. ദേവസ്വം ഭൂമികളിൽ തരിശായി കിടക്കുന്ന സ്ഥലങ്ങളിൽ കൃഷി, പൂജാപുഷ്പങ്ങൾ, ഫലവൃക്ഷങ്ങൾ എന്നിവ വെച്ചുപിടിപ്പിക്കും. പൂങ്കുന്നം ഉൾപ്പെടെ 8 ഇടങ്ങളിൽ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ നിർമ്മിക്കും. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്ര ഭൂമിയിലെ ജീർണാവസ്ഥയിലുള്ള ഊട്ടുപുര ഭക്തജന പങ്കാളിത്തത്തോടെ നവീകരിക്കും. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ചെട്ടിക്കുളം നവീകരിക്കാനായി 40 ലക്ഷം രൂപയും അവിടെ ഓവർഹെഡ് വാട്ടർ ടാങ്ക് നിർമ്മിക്കുന്നതിന് 20 ലക്ഷം രൂപയും നൽകും. തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള സത്രം കെട്ടിടത്തിനായി 45 ലക്ഷം, നാലമ്പല തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങളുടെ വികസനത്തിന് 10 ലക്ഷവും വകയിരുത്തി. വിശ്വാസികളുടെ വിശ്വാസ പാലനത്തിനനുസൃതമായ സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നതിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രതിജ്ഞാബദ്ധമായിരിക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് കെ രവീന്ദ്രൻ ഉറപ്പു നൽകി. ദേവസ്വം ബോർഡ് മെമ്പർ KP അജയൻ, കമ്മീഷണർ SR ഉദയകുമാർ, സെക്രട്ടറി P ബിന്ദു, ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസർ VM രമേശ് ബാബു എന്നിവരും വാർത്താസമ്മേളനത്തിൽ സന്നിഹിതരായി. TCV ന്യൂസ്, തൃശൂർ. ചാലക്കുടിക്ക് പിന്നാലെ കാടുകുറ്റിയിലും പുലിയിറങ്ങി. വെള്ളിയാഴ്ച രാത്രി അഞ്ഞനാട് വട്ടക്കോട്ടയിലുള്ള വീട്ടിലെത്തിയ പുലി നായയെ വകവരുത്താൻ ശ്രമിച്ചു. കണക്കാപ്പറമ്പിൽ നന്ദിനിയുടെ വീട്ടിലെ 3 മാസം പ്രായമുള്ള നായക്കുഞ്ഞിനെയാണ് പിടിച്ചുകൊണ്ടുപോകുവാൻ ശ്രമിച്ചത്. വീട്ടുകാർ ബഹളം വെച്ചതോടെ പുലി ഓടിമറഞ്ഞു. ഏഴാറ്റുമുഖം ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും RRT സംഘം സ്ഥലത്തെത്തി രാത്രി തന്നെ തെരച്ചിൽ നടത്തി. ശനിയാഴ്ച രാവിലെയും പരിശോധന നടന്നു. വീട്ടുമുറ്റത്ത് കെട്ടിയിരുന്ന നായയുടെ ഒച്ച കേട്ട് നന്ദിനി അകത്തുനിന്ന് നോക്കിയതായിരുന്നു. നായയെ ചങ്ങലയിൽ നിന്നും കടിച്ചു വലിച്ചു നിന്ന ജീവി വീട്ടുകാരുടെ ശബ്ദം കേട്ടതോടെ ഓടിപ്പോവുകയും ചെയ്തു. നായയെ ആക്രമിച്ചത് പുലി തന്നെയാണെന്നാണ് നന്ദിനിയുടെ മകൻ അനീഷ് പറഞ്ഞത്. MLA അടക്കമുള്ള ജനപ്രതിനിധികളും സ്ഥലത്തെത്തി. പുലിയെ കണ്ടെത്തി മയക്കുവെടി വെക്കണമെന്ന് MLA പറഞ്ഞു. കൂട് വെച്ച് മാത്രം പ്രയോജനമായില്ല. ജനങ്ങൾക്ക് വലിയ പ്രയാസങ്ങളുണ്ട്. മാസമായിട്ട് ഫോറസ്റ്റിന്റെ കൂടുതൽ RRT ടീം വന്ന് ഈ പ്രദേശങ്ങൾ പരിശോധിച്ച് മയക്കുവെടി വെച്ച് പുലിയെ പിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മന്ത്രി അടക്കമുള്ള ആളുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുലിഭീതി നിലനിൽക്കുന്ന ചാലക്കുടി, കണ്ണമ്പുഴ, മൂന്നേലി എന്നീ സ്ഥലങ്ങളുടെ പുഴയുടെ മറുകരയിലാണ് അഞ്ഞനാട് പ്രദേശം. ചാലക്കുടി പുഴയുടെ ഇരുകരകളിലും കേന്ദ്രീകരിച്ച് തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്താൻ വനപാലകർ തീരുമാനിച്ചു. TCV ന്യൂസ്, ചാലക്കുടി. ചാലക്കുടിയിലെ പുലിയെ പിടികൂടാൻ തിങ്കളാഴ്ച ജനകീയ തെരച്ചിൽ നടത്തുമെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ പറഞ്ഞു. പുലിയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് തൃശൂർ രാമനിലയത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുലിയെ പിടികൂടാൻ കൂടുതൽ കൂടുകൾ സ്ഥാപിക്കും. ഞായറാഴ്ച തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഒരാഴ്ചയായിട്ട് ഈ ആശങ്ക തുടർച്ചയായിട്ട് ഉണ്ടാകുന്നുണ്ട്. ചറങ്ങരയിൽ ആദ്യം കണ്ടു, പിന്നെ കൊരട്ടിയിൽ കണ്ടു, പിന്നെ ചാലക്കുടി SH കോളേജിൻ്റെ പരിസര പ്രദേശത്ത് 24-ാം തീയതി കണ്ടു. ഇന്നലെ 2 കേന്ദ്രങ്ങളിൽ ആശങ്ക പറഞ്ഞു. ആദ്യമുള്ള 3 കേന്ദ്രങ്ങളിലും പുലി തന്നെയാണ് എന്ന് CCTVകളിലൂടെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിലമ്പൂരിൽ നിന്ന് ഒരു രാത്രി ഉൾപ്പെടെ നിരീക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു തെർമൽ ഡ്രോൺ ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഇന്ന് രാത്രി തന്നെ അവിടെ സ്ഥാപിച്ച ആവശ്യമായിട്ടുള്ള പരിശോധന നടത്തും. നാളെ കണ്ണൂരിൽ നിന്ന് കൂടി ഒരു തെർമൽ ഡ്രോൺ കൂടി കൊണ്ടുവന്ന് 2 ഡ്രോണുകൾ രാത്രിയും വനമേഖലയ്ക്കകത്ത് വളരെ സൂക്ഷ്മതലത്തിൽ പോയി പരിശോധിക്കാവുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം എന്നാണ് ഒരു കാര്യം. കുറച്ചുകൂടി കൂടുതൽ എണ്ണം കൂടുകൾ സ്ഥാപിച്ചുകൊണ്ട് പുതിയ കേന്ദ്രങ്ങളിൽ കൂടി പുലിയുടെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ടുള്ള നടപടി ക്രമങ്ങൾ ഉണ്ടാകണം. 3 തിങ്കളാഴ്ച കൂടുതൽ ആളുകളെ കൂടി സമാഹരിച്ചുകൊണ്ട് ഈ പ്രദേശങ്ങൾ പൂർണ്ണമായും തെരച്ചിലിന് വിധേയമാക്കാൻ കഴിയുന്ന വിധത്തിലുള്ളൊരു ജനകീയ തെരച്ചിൽ 4-5 സ്ക്വാഡുകളായി തിരിഞ്ഞ് അതിനു വേണ്ടിയിട്ടുള്ളൊരു ആക്ഷൻ പ്ലാൻ നാളെ ഫോറസ്റ്റ് വകുപ്പ് തയ്യാറാക്കി കളക്ടർക്ക് കൈമാറും. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, TJ സനീഷ് കുമാർ ജോസഫ് MLA, ADM T മുരളി, DFOമാരായ M വെങ്കടേശ്വരൻ, R ലക്ഷ്മി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു.
തൃശൂർ കുന്നംകുളം പാത വികസനം തുടരുമ്പോഴും പൂങ്കുന്നത്ത് റോഡ് വികസനമില്ല. യാത്രാ ദുരിതം ബാക്കി നിർത്തി പൂങ്കുന്നത്തെ കുപ്പിക്കഴുത്ത്. പൂങ്കുന്നം ജംഗ്ഷൻ മുതൽ MLA റോഡ് വരെയാണ് റോഡ് വികസനമില്ലാത്തത്. കുന്നംകുളം ഭാഗത്ത് നിന്ന് ഇരുവശത്തുമായി 4 വരിയായി വരുന്ന റോഡ് MLA റോഡ് ജംഗ്ഷനെത്തിയാൽ 2 വരിയാകും. പിന്നെയുള്ള 1/2 കിലോമീറ്റർ ഇരുവശത്തേക്കും 1 വരി ഗതാഗതമാണ്. ഈ ഭാഗത്തെ റോഡിന്റെ വികസനമെന്ന കാലങ്ങളായുള്ള ആവശ്യം ബദിരകർണങ്ങളിലാണ് പതിക്കുന്നത്. ഈ ഭാഗത്ത് റോഡ് വികസനത്തിനായി സ്ഥലം വിട്ടുകൊണ്ടാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. മുണ്ടൂർ മുതൽ പുറ്റേക്കര വരെയും കേച്ചേരി മുതൽ ചൂണ്ടൽ വരെയും സമാന അവസ്ഥയുണ്ട്. ഈ ഭാഗങ്ങളിലെല്ലാം റോഡ് വീതി കൂട്ടിയാൽ ഗതാഗതക്കുരുക്ക് വലിയൊരളവ് വരെ ഇല്ലാതാകും. TCV തൃശൂർ. മണ്ണുത്തി ബൈപ്പാസിൽ പ്രിയങ്ക ഗാന്ധി MP വാഹന വ്യൂഹത്തിനിടയിലേക്ക് കാർ കയറ്റാൻ ശ്രമിച്ച കുടുംബത്തെ തടഞ്ഞ പോലീസിന് നേരെ ഇവർ തട്ടിക്കയറിയതായി പരാതി. ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. എറണാകുളത്തേക്ക് പോവുകയായിരുന്ന MP വാഹന വ്യൂഹത്തിനിടയിലേക്ക് കാർ കയറ്റാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് CI MK ഷമീർ, SI KC ബാജു തുടങ്ങിയ ഉദ്യോഗസ്ഥരോട് കുടുംബം തട്ടിക്കയറുകയായിരുന്നു. വാഹനം വന്നുകൊണ്ടിരിക്കുക, രാഷ്ട്രപതിയാണ് MP വന്നുകൊണ്ടിരിക്കുന്നത്, സാധാരണകളല്ല. അതായത് പ്രിയങ്ക ഗാന്ധി പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മുന്നിൽ അവിടെ വെച്ചിട്ട് ഇത്രയും പോലീസുകാർ വരാൻ സ്പീഡിൽ പോകാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ഈ ഇടയിൽ നിർത്തി മതിലകം ഇരട്ട കൊലപാതക കേസിലെ പ്രതികളായ BJP പ്രവർത്തകരായ 2 പേർക്ക് ഇരട്ട ജീവപര്യന്തം. ശംഖുബസാർ സ്വദേശികളായ പൂളിപ്പറമ്പിൽ വീട്ടിൽ മിട്ടു എന്ന രശ്മിത്ത്, ചള്ളിയിൽ വീട്ടിൽ ദേവൻ എന്നിവരെയാണ് തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. ഇരട്ട ജീവപര്യന്തത്തിന് പുറമെ ഇരുവരും 4 ലക്ഷം രൂപ വീതം പിഴയടയ്ക്കാനുമാണ് ശിക്ഷാവിധി. 2012-ലാണ് കേസിനാസ്പദമായ സംഭവം. ഉത്സവത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് പ്രതികൾ മതിലകം സ്വദേശികളായ സുധി, മധു എന്നിവരെ കുത്തിക്കൊലപ്പെടുത്തിയത്. മതിലകം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ നടന്ന വളരെ നിഷ്ഠൂരമായൊരു കൊലപാതകമാണ്. ഉത്സവപ്പറമ്പിലുണ്ടായിട്ടുള്ള ഒരു വൈരാഗ്യത്തോടനുബന്ധിച്ച് 2 പേരെ കത്തിയെടുത്ത് നിർദാക്ഷിണ്യം കുത്തി കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു കേസിലാണ് 2 പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ വീതം പിഴയും, അതായത് മൊത്തം 4 ലക്ഷം രൂപ. കൂടാതെ പിടിച്ചു നിർത്തി റോങ്ഫുൾ റിസ്ട്രെയിൻ്റ് എന്ന് പറയുന്ന 341 അനുസരിച്ചുള്ള 3 മാസത്തെ തടവും കൂടിയും ഇതിൽ വളരെ മാതൃകാപരമായൊരു ശിക്ഷയാണ്. ഇത്രയും നിഷ്ഠൂരമായൊരു കൊലപാതകത്തിന് സമൂഹത്തിന് കൊടുത്തിട്ടുള്ള ഒരു ശരിയായൊരു സന്ദേശമായിട്ട് തന്നെയാണ് ഇതിന് കാണുന്നത്. ഇതിലാകെ 35 സാക്ഷികളെ വിസ്തരിച്ചു. 34ഓളം രേഖകളും അതുപോലെ തന്നെ 27 തൊണ്ടി മുതലുകളുമാണ് ഈ കേസിലേക്ക് ഉണ്ടായത്. ഇതിലെ ദൃക്സാക്ഷി മൊഴികളും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ രേഖകളടക്കമുള്ള മൊഴികളും അതോടൊപ്പം തന്നെ ശാസ്ത്രീയ തെളിവുകളും ആധാരമാക്കിയിട്ടാണ് ഈ കേസ് വിധി പറഞ്ഞിട്ടുള്ളത്. DYSP നവാസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KP അജയ്കുമാർ കോടതിയിൽ ഹാജരായി. TCV തൃശൂർ. 5-ാം ക്ലാസ്സുകാരിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ കരാട്ടെ ട്രെയിനറെ 21 വർഷം കഠിന തടവിന് ശിക്ഷിച്ച് തൃശൂർ സ്പെഷ്യൽ പോക്സോ കോടതി. അയ്യന്നോൾ സ്വദേശി കൽഹാര അപ്പാർട്ട്മെന്റിൽ കുണ്ടോളി വീട്ടിൽ സുരേഷ് കുമാറിനെയാണ് സ്പെഷ്യൽ കോടതി ജഡ്ജ് ഷെറിൻ ആഗ്നസ് ഫെർണാണ്ടസ് ശിക്ഷിച്ചത്. 2023 ഫെബ്രുവരിയിലാണ്
കരാട്ടെ പരിശീലനത്തിനായി എത്തിയ 10 വയസ്സുകാരിയെ പ്രതി ലൈംഗികാതിക്രമത്തിന് വിധേയയാക്കിയത്. 10 വയസ്സുള്ള കുട്ടിയെ കായികാധ്യാപകനായ, അതായത് പ്രൈവറ്റായിട്ട് കരോട്ട പഠിക്കാനായിട്ട് കുട്ടിയെ വിട്ടിരുന്ന സമയത്ത് മറ്റുള്ള കുട്ടികളെ ഒഴിവാക്കി ആ കുട്ടിയെ മാത്രം പരിശീലനം എന്നുള്ള പേരിൽ നടത്തി അതിൻ്റെ ഇടയിൽ വെച്ച് ലൈംഗികമായിട്ട് പീഡിപ്പിച്ചൊരു കേസാണ് 354. അതായത് മാനഹാനി വരുത്തിയതിന്, ലൈംഗികമായിട്ട് പീഡിപ്പിച്ചതിന്. അത് ബിലോ 12 ഇയർ ആയതുകൊണ്ട് തന്നെ അതിക്രൂരമായിട്ട് കണ്ട് എല്ലാ വകുപ്പുകളിലും കുറ്റക്കാരനാണെന്ന് കണ്ടിട്ടുണ്ട്. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക പീഡനത്തിൻ്റെ എല്ലാം ബേസ് ഇത്തരത്തിലുള്ള ശിക്ഷകളിൽ കൂടെ കുറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും വലിയൊരു സമൂഹത്തിന് തന്നെ സന്ദേശമാവുന്ന രീതിയിലുള്ള ഒരു ശിക്ഷ ഇപ്പോൾ വിധിച്ചിട്ടുള്ളത്. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും 14 സാക്ഷികളെ വിസ്തരിച്ചും 20ഓളം രേഖകൾ ഹാജരാക്കിയുമാണ് കോടതി വിധി പ്രസ്താവിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി പോക്സോ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ലിജി മധു കോടതിയിൽ ഹാജരായി. TCV തൃശൂർ. നിസ്കാരപ്പള്ളിയിൽ 13കാരന് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ 55കാരനെ പോക്സോ കോടതി 5 വർഷം കഠിന തടവിനും 25,000 രൂപ പിഴയടയ്ക്കുവാനും ശിക്ഷിച്ചു. പുന്നിയൂർക്കുളം സ്വദേശി ഏഴുകോട്ടയിൽ വീട്ടിൽ മൊയ്തുണ്ണിയെയാണ് കുന്നംകുളം പോക്സോ കോടതി ജഡ്ജി S. ലിഷ ശിക്ഷിച്ചത്. 2023 ഇയാൾ പ്രതിയായ മറ്റൊരു പോക്സോ കേസ് കോടതിയിൽ വിചാരണ നടക്കുന്ന സമയത്താണ് ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇയാൾ 13കാരനുമായി സൗഹൃദം സ്ഥാപിച്ചത്. തുടർന്ന് കുട്ടി പഠിക്കുന്ന സ്കൂളിന് സമീപത്തുള്ള പള്ളിയിൽ നിസ്കരിക്കുന്ന സമയത്ത് പ്രതി കുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നു. വടക്കേക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മാസങ്ങൾക്ക് മുൻപ് പ്രതിക്ക് കുന്നംകുളം പോക്സോ കോടതി 4 ജീവപര്യന്തം തടവും 4 ലക്ഷം രൂപ പിഴ അടയ്ക്കുന്നതിനും ശിക്ഷിച്ചിരുന്നു. നിലവിൽ വിയൂർ ജയിലിൽ തടവിൽ കഴിയുന്ന പ്രതിക്കെതിരെയാണ് ശിക്ഷ വിധിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് KS ബിനോയ് കോടതിയിൽ ഹാജരായി. ഹണി ട്രാപ്പിൽ കുടുങ്ങി യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിയായ യുവതിയെ 4 വർഷം തടവിന് ശിക്ഷിച്ചു. കൊല്ലം ആലുമുക്ക് സ്വദേശിനി സുജിത ജേക്കബിനെയാണ് തൃശൂർ 3ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി രതീഷ് കുമാർ ശിക്ഷിച്ചത്. തടവിന് പുറമെ 10 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. പിഴയടയ്ക്കാത്ത പക്ഷം 1 വർഷം അധിക തടവും അനുഭവിക്കണം. 2007 മുതൽ 2009 വരെയുള്ള കാലയളവിൽ പ്രണയം നടിച്ച് കോലടി സ്വദേശിയായ രാജേഷിൽ നിന്ന് പലതവണയായി ബാങ്ക് വഴി 10 ലക്ഷം രൂപയാണ് യുവതി കൈക്കലാക്കിയത്. ഈ കാലയളവിൽ വിവാഹിതയായ യുവതി അക്കാര്യം മറച്ചുവെച്ചും യുവാവ് മരിക്കുന്നതിന് 2 ആഴ്ച മുൻപ് വരെയും പണം അപഹരിച്ചു. പ്രതി മരണപ്പെട്ടയാളെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചുവെന്നും അതുപോലെ തന്നെ ചതിച്ചും വിശ്വാസവഞ്ചന ചെയ്തും പണം കൈപ്പറ്റിയെന്ന് പറഞ്ഞിട്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രതി ചീറ്റ് ചെയ്തു എന്നുള്ള, ചതിച്ചു വിശ്വാസവഞ്ചന ചെയ്തു എന്നുള്ള കുറ്റകൃത്യത്തിലാണ് ശിക്ഷ ഫൈൻഡ് ചെയ്തിരിക്കുന്നത്. 2008 ഇവർ വിവാഹിതയായി. ഈ വിവാഹിതയായ കാര്യം മറച്ചു വെച്ചുകൊണ്ട് 2009 വരെ, അതായത് മരണപ്പെട്ട വ്യക്തി മരിക്കുന്നതിന് ഏതാണ്ട് 2 ആഴ്ച മുൻപ് വരെ ഇവർ ഈ ഹണി ട്രാപ്പിലൂടെ പണം കൈപ്പറ്റിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് കോടതി ഇതിൽ ചതി വിശ്വാസവഞ്ചന എന്നുള്ള ഒരു ചീറ്റിങ്ങിന് 420 IPC പ്രകാരം 4 വർഷത്തേക്കാണ്, 7 വർഷം വരെ പരമാവധി ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ് അത്, 4 വർഷത്തേക്ക് അതുപോലെ തന്നെ 10 ലക്ഷം രൂപ കോമ്പൻസേഷൻ നൽകാനും ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയെങ്കിലും പ്രോസിക്യൂഷന് കുറ്റം തെളിയിക്കാൻ സാധിക്കാതിരുന്നതിനാൽ കോടതി ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയില്ല. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിനിമോൾ കോടതിയിൽ ഹാജരായി. വിയൂർ പോലീസ് SIമാരായിരുന്ന MG ഗംഗാധരൻ, KC ബൈജു എന്നിവരാണ് അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. TCV തൃശൂർ. തൃശൂർ നഗരത്തിലെ അപകടാവസ്ഥയിലുള്ളതും സ്റ്റെബിലിറ്റി ഇല്ലാത്തതുമായ 144 കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്നതിന് തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചു. കഴിഞ്ഞ കാലവർഷത്തിൽ ഇതിലുൾപ്പെട്ട 5 കെട്ടിടങ്ങൾ വീഴുകയും പൊതുജനങ്ങൾ അപകട ഭീഷണി നേരിടുകയും ചെയ്തു. ഇത്തരത്തിലുള്ള അപകട ഭീഷണി ഒഴിവാക്കുന്നതിന് ബാക്കിയുള്ള 139 കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുന്നതിന് കോർപ്പറേഷൻ സെക്രട്ടറിയെയും കോർപ്പറേഷൻ എഞ്ചിനീയറെയും ചുമതലപ്പെടുത്തുന്നതിന് കൗൺസിൽ തീരുമാനിച്ചു. ദേശമംഗലം കൊണ്ടയൂരിൽ മദ്യലഹരിയിൽ മകൻ അമ്മയെ തല്ലിച്ചതച്ചു. കൊണ്ടയൂർ സ്വദേശി സുരേഷാണ് അമ്മ ശാന്തയെ മരവടി കൊണ്ട് തല്ലിച്ചതച്ചത്. വെള്ളിയാഴ്ച രാത്രിയിലാണ് മർദ്ദനം നടന്നത്. ശനിയാഴ്ച രാവിലെ നാട്ടുകാരാണ് പോലീസിൽ വിവരമറിയിച്ചത്. പോലീസ് എത്തി ശാന്തയെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സുരേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 2 കൊല്ലം മുൻപ് സഹോദരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് സുരേഷ്. തൃശൂർ കൈപ്പറമ്പ് തലക്കോട്ടുകര റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ടിരിക്കുന്ന മെറ്റൽ കൂനകൾ അപകടക്കെണിയാകുന്നു. പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായ കൈപ്പറമ്പ് തലക്കോട്ടുകര റോഡ് ഗതാഗത യോഗ്യമല്ലാതായിട്ട് വർഷങ്ങളായി. ഇത് നന്നാക്കി കിട്ടണമെന്ന ജനങ്ങളുടെയും യാത്രക്കാരുടെയും ആവശ്യത്തിനും പഴക്കമേറി. ഇക്കാര്യം നേരത്തെ TCV വാർത്ത നൽകിയിരുന്നു. അതിലിപ്പോഴും പരിഹാരമായിട്ടില്ല. ഇങ്ങനെയുള്ളപ്പോഴാണ് ഇതേ റോഡിന്റെ കൈപ്പറമ്പ്, ചൂണ്ടൽ എന്നീ 2 ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തി സംഗമ പ്രദേശത്ത് കരിങ്കല്ല് മെറ്റൽ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇതാണ് വാഹന ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത്.
മെറ്റലുകൾ റോഡിലേക്ക് നിരന്നതോടെ ഇരുചക്രവാഹന യാത്രികർക്ക് അപകടക്കെണിയായി മാറി. റോഡിലെ വളവിനോട് ചേർന്ന ഭാഗത്താണ് മെറ്റൽ കൂനകൾ കൂട്ടിയിട്ടിരിക്കുന്നതെന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയുമാണ്. ടേണിങ് കൂടിയാണ് ഈ സ്ഥലം. ഈ ടേണിങ്ങിൽ അവിടുന്ന് വരുന്ന വാഹനങ്ങൾ ഇപ്പുറത്തൊന്നുള്ള വാഹനങ്ങൾ കാണുന്നില്ല. അതിൽ കൊടുത്തിട്ട് കുറേ മെറ്റൽ കൊടുത്തിട്ടോ. അപ്പോൾ ഞങ്ങൾ കരുതി പൊട്ടിപ്പൊളിച്ച് കിടക്കുന്ന റോഡ് ആകെ തകർന്ന് ശോചനീയമായി കിടക്കുമ്പോൾ അത് പണി തീർക്കാനായിട്ടോ അല്ലെങ്കിൽ റോഡ് ഉയരം കൂട്ടാനായിട്ടോ ഈ ടേണിങ്ങിൽ കൊടുത്തിട്ടോ. അപ്പോൾ ഞങ്ങൾ കരുതി 2-4 ദിവസത്തിനകം പണി തീർക്കാതിരിക്കുന്നതെന്ന് വിചാരിച്ചിരുന്നത്. ഇപ്പം എന്താ ഉണ്ടാകുന്ന വെച്ചാൽ നിത്യേന ഇവിടെ അപകടങ്ങൾ മാത്രമേ ഉള്ളൂ. ബോളർ മൊത്തം റോഡിൽ വരുന്നെടുക്കുക, ബോളറിന് മുകളിലേക്ക് കയറി അവരവിടെ വീഴുന്നു. തകർന്നു കിടക്കുന്ന റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്കായിട്ടാണ് മെറ്റൽ ഇറക്കിയതെന്നായിരുന്നു പ്രദേശവാസികൾ കരുതിയിരുന്നത്. എന്നാൽ വാർഡ് മെമ്പർമാരെ അടക്കം സമീപിച്ചപ്പോഴാണ് ഇത് ഇറക്കിയത് എന്തിനാണെന്നോ ആരാണെന്നോ ആർക്കും ധാരണയില്ലെന്ന് വ്യക്തമായത്. 3 കിലോമീറ്ററാണ് ഈ റോഡിൻ്റെ ദൂരം. ഒരു ബൈപ്പാസ് മാതിരിയുള്ള ഒരു റോഡാണ്. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈപ്പറമ്പ് എന്ന പഞ്ചായത്തുകാർ റോഡ് നേരെയാക്കിയിട്ടുണ്ടെങ്കിൽ ചൂണ്ടൽ പഞ്ചായത്തുകാർ റോഡ് നേരെയാക്കുന്നില്ല. വർഷക്കാലമായ പറയണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വഞ്ചി ഇറക്കിയിട്ട് പോകുന്ന ലെവലിലാണ് കുടികൾ കിടക്കുന്നത്. ഈ റോഡ് എന്തെങ്കിലും ഒരു പുനരുജ്ജീവനം ഉണ്ടാവുമോ? പഞ്ചായത്ത് അധികൃതർ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണിപ്പോൾ. അതേസമയം വിഷയം ചൂണ്ടിക്കാട്ടി പ്രദേശവാസിയായ രാജൻ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ചൂണ്ടൽ, കൈപ്പറമ്പ് പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും ജില്ലാ കളക്ടർക്കും കത്തയച്ചിട്ടുണ്ട്. വലിയ അപകടങ്ങൾക്ക് വഴിവെക്കും മുമ്പേ വിഷയത്തിൽ അധികാരികളുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് യാത്രക്കാരുടെയും ആവശ്യം. TCV തൃശൂർ. തൃശൂരിൽ MDMA തൂക്കിവിറ്റതിന് പിടിയിലായ യുവാവ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. നെടുപുഴയിലെ വാടക വീട് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തിയ കേസിലെ പ്രതി മനക്കുടി സ്വദേശി ആൽവിനാണ് രക്ഷപ്പെട്ടത്. ബാംഗ്ലൂരുവിൽ തെളിവെടുപ്പിന് എത്തിച്ചപ്പോഴായിരുന്നു സംഭവം. ശനിയാഴ്ച പുലർച്ചെ 1 ഹൊസൂരിലെ ഹോട്ടൽ മുറിയിൽ നിന്നാണ് പ്രതി രക്ഷപ്പെട്ടത്. റിമാൻഡിലായിരുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വെള്ളിയാഴ്ചയാണ് തെളിവെടുപ്പിനായി ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയത്. നെടുപുഴ SHO ഷാജുകുമാറിന്റെ നേതൃത്വത്തിൽ 4 പോലീസുകാരുടെ അകമ്പടിയോടെ പ്രതിയെ കൊണ്ടുപോകുകയായിരുന്നു. പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി തെരച്ചിലിനായി കൂടുതൽ പോലീസ് സംഘം ബാംഗ്ലൂരിലെത്തിയിട്ടുണ്ട്. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാകിരീടം നേടിയ ജേതാക്കളെ ആദരിച്ചു. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന ആദരണം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ ഉദ്ഘാടനം ചെയ്തു. ലഹരി ഉപയോഗവും കൊലപാതകവുമെല്ലാം ഞെട്ടിക്കുന്ന വാർത്തകളായി മാറിയെന്നും ലഹരിക്കെതിരെ നാം കൈകോർക്കണമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ഹിംസാത്മക വഴിയിലൂടെ യുവാക്കൾ പോകുന്നത് നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂവെന്നും ലഹരി ഉപയോഗം ഞെട്ടിക്കുന്നതാണെന്നും ചടങ്ങിൽ മുഖ്യാതിഥിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ R. ബിന്ദു പറഞ്ഞു. P. ബാലചന്ദ്രൻ MLA, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ്, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. പൊതുവഴികളിൽ നടക്കാനും പൊതുകുളങ്ങളിൽ കുളിക്കാനും അമ്പലത്തിൽ കിടന്ന് ആരാധന നടത്താനും പള്ളിക്കൂട്ടത്തിന്റെ ബെഞ്ചിലിരുന്ന് പഠിക്കാനും വഴി നടക്കാനും പോലും അധികാരമില്ലാതിരുന്ന ആ കാലത്ത് നിന്ന് ഇപ്പോൾ നാം എല്ലാം അഭിമാനത്തോട് അവകാശപ്പെടുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്കുള്ള കേരളത്തിന്റെ പരിവർത്തനം നമ്മളെ ബാധിച്ച നിരവധികളായിട്ടുള്ള ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ രാജ്യാന്തര നിലവാരമുള്ള സിന്തറ്റിക് ട്രാക്ക് യാഥാർത്ഥ്യമാവുകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു പറഞ്ഞു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിന്റെ കായിക മികവിന് അംഗീകാരമായി ഖേലോ ഇന്ത്യ സ്കീമിൽ ഉൾപ്പെടുത്തി 400 മീറ്റർ 8 ലൈൻ സിന്തറ്റിക് ട്രാക്ക് നിർമ്മിക്കുന്നതിനായി 9.5 കോടി രൂപയാണ് ലഭിക്കുന്നത്. കേരളത്തിൽ ഒരു എയ്ഡഡ് സ്ഥാപനത്തിന് ആദ്യമായാണ് ഖേലോ ഇന്ത്യ സ്കീമിൽ സിന്തറ്റിക് ട്രാക്ക് ലഭിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിന് സിന്തറ്റിക് അത്ലറ്റിക് ട്രാക്ക് അനുവദിച്ച വിഷയത്തിൽ MLAയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായ ഡോക്ടർ R. ബിന്ദു നടത്തുന്നത് എട്ടുകാലി മമ്മൂഞ്ഞ് രാഷ്ട്രീയമെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. സ്ഥലം MPയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെയും PT ഉഷയുടെയും ശ്രമഫലമായാണ് കേന്ദ്ര സർക്കാർ ഖേലോ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോളേജിന് 9.5 കോടിയുടെ സിന്തറ്റിക് ട്രാക്ക് അനുവദിച്ചതെന്നും ഇവർ പറഞ്ഞു. NOC നൽകുക എന്നത് മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ ചുമതലയിലുള്ളത്. 1 രൂപ പോലും സംസ്ഥാന സർക്കാർ മുടക്കുന്നില്ലെന്നും ഇവർ കുറ്റപ്പെടുത്തി. BJP നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റ് കൃപേഷ് ചെമണ്ട, മണ്ഡലം പ്രസിഡന്റുമാരായ ആർച്ച അനീഷ്, PS സുഭീഷ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് വിപിൻ പാർമേക്കാട്ടിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സർക്കാർ വാഹനങ്ങളിൽ ബീക്കൺ ലൈറ്റ് ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച സുപ്രീംകോടതി മാർഗനിർദ്ദേശം ലംഘിച്ച് തൃശൂർ കോർപ്പറേഷന്റെ വാഹനത്തിൽ ഘടിപ്പിച്ചിരുന്ന ബീക്കൺ ലൈറ്റ് അഴിച്ചുവെച്ചു. ബീക്കൺ ലൈറ്റ് ഘടിപ്പിച്ച് വാഹനം നിയമലംഘനം നടത്തുകയാണെന്ന് ചൂണ്ടിക്കാട്ടി കോർപ്പറേഷൻ കൗൺസിലർ ജോൺ ഡാനിയൽ പോലീസിലും RTO എൻഫോഴ്സ്മെന്റിനും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ബീക്കൺ ലൈറ്റ് അഴിച്ചു മാറ്റിയില്ലെങ്കിൽ വാഹനം പിടിച്ചെടുക്കുമെന്ന് മോട്ടോർ വെഹിക്കിൾ എൻഫോഴ്സ്മെന്റ് കോർപ്പറേഷന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച് മോട്ടോർ വെഹിക്കിൾ എൻഫോഴ്സ്മെന്റ് വിഭാഗം കോർപ്പറേഷനിലെത്തി പരിശോധന നടത്തി.
കേച്ചേരി പെരുമണ്ണ് പിഷാരികൽ ശ്രീ കാർത്തിയാനി ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം നടത്തിയ പ്രതി അറസ്റ്റിലായി. ആലുവയിൽ താമസിച്ചിരുന്ന ഇടുക്കി സ്വദേശി വലിയപറമ്പിൽ വിപിനാണ് പിടിയിലായത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മറ്റൊരു കേസിൽ ഇയാൾ ആലുവ പോലീസിന്റെ പിടിയിലാകുകയായിരുന്നു. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതിയുമായി ക്ഷേത്രത്തിലെത്തി തെളിവെടുപ്പ് നടത്തി. അഡീഷണൽ ഇൻസ്പെക്ടർ പോളിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. റംസാൻ മുബാറക്. പുണ്യങ്ങളുടെ പൂക്കാലമായ റംസാനിൽ പ്രവാചക പ്രകീർത്തനങ്ങളാൽ പരിമളം പരത്തിയിരുന്ന സ്വലാത്ത് സംഘങ്ങൾ ഭക്തി തുളുമ്പുന്ന ഓർമ്മയാകുന്നു. വിശ്വാസികൾക്ക് ഭക്തിയുടെ നിറച്ചാർത്തൊരുക്കിയിരുന്ന ഒരു കലാരൂപം കൂടിയാണ് കാലത്തിന്റെ അതിപ്രസരത്തിൽ അന്യം നിന്നത്. മഗ്രിബിന് നോമ്പ് തുറന്നാലുടൻ മുസ്ലിം ഭവനങ്ങൾക്ക് മുൻപിൽ സ്വലാത്ത് സംഘമെത്തും. അറബനമുട്ടിന്റെ താളത്തിനൊത്ത് പ്രവാചക പ്രകീർത്തനങ്ങൾ ആലപിക്കും. വൈത്തുകളിലൂടെ റംസാന്റെ പരിശുദ്ധിയെ വാനോളം പുകഴ്ത്തും. വീട്ടുകാർ കണ്ടറിഞ്ഞ് എന്തെങ്കിലും നൽകുന്നതോടെ സംഘം അടുത്ത വീടിനെ ലക്ഷ്യം വയ്ക്കും. 12 പേർ വരെ വരുന്ന പുരുഷ സംഘത്തിൽ കുട്ടികളും മുതിർന്നവരുമുണ്ടാകും. നോമ്പ് 26 വരെ സ്വലാത്ത് സംഘങ്ങൾ നാടുനീളെ ചുറ്റിക്കറങ്ങും. വരുമാനമാർഗമായല്ല, ഭക്തിയിലൂന്നിയ സമർപ്പണമായാണ് ഇവർ ഇതിനെ കണ്ടിരുന്നത്. ഇതിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് പെരുന്നാൾ ദിനത്തിൽ ചക്കരക്കഞ്ഞി തയ്യാറാക്കി വിതരണം ചെയ്യും. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് ആരാധനയിൽ മുഴുകുന്നവർക്ക് സ്വലാത്ത് സംഘങ്ങളുടെ വരവ് സന്തോഷദായകമായിരുന്നു. നഗരപ്രദേശങ്ങളിൽ വർഷങ്ങൾക്ക് മുൻപ് ഈ കലാരൂപം അപ്രത്യക്ഷമായെങ്കിലും അടുത്ത കാലം വരെ തീരമേഖലയിൽ സജീവമായിരുന്നു. കോവിഡിന് ശേഷം ഈ കലാരൂപം അവതരിപ്പിച്ചിട്ടില്ലെന്ന് ഈ രംഗത്ത് വർഷങ്ങളുടെ പരിചയമുള്ള അഞ്ചങ്ങാടി സ്വദേശി അബ്ദുൽ ഹമീദ് പറഞ്ഞു. ഒരു 10 വയസ്സ് മുതൽ ഈ പരിപാടിക്ക് ഇറങ്ങാറുണ്ട്. ഞങ്ങൾ നോമ്പ് 1 മുതൽ നോമ്പ് 26 വരെ ഈ പരിപാടിക്ക് ഞങ്ങൾ പോകാറുണ്ട്. ഈ അടുത്ത കാലം ഞങ്ങൾ നിർത്തിവെച്ചത് കൊറോണക്ക് ശേഷമാണ്. അപ്പൊ ഞങ്ങൾ ഓരോ വീടുകളിൽ കയറി കഴിഞ്ഞാൽ അവരൊരു സംഭാവന, ഒരു വേദന നമുക്ക് തരും. ഇത് തന്നു കഴിഞ്ഞാൽ റമദാൻ അവസാനിക്കുന്ന സമയത്ത് 26 കഴിയുമ്പോൾ നമ്മളതൊരു ഒരു കഞ്ഞി വെച്ചൊരു വിതരണം ചെയ്യാണ് പതിവ്. പുരാതന സമ്പ്രദായങ്ങളോട് പുതുതലമുറ കാണിക്കുന്ന വൈമുഖ്യമാണ് സ്വലാത്ത് സംഘം നേരിട്ട പ്രധാന വെല്ലുവിളി. ഇതോടെ നൂറ്റാണ്ടുകളായി പ്രചാരം നേടിയ ഒരു കലാരൂപം കാലയവനികക്കുള്ളിൽ മറയുകയാണ്. TCV ന്യൂസ്, ഗുരുവായൂർ. 1000 മാസം സൽക്കർമ്മം ചെയ്തതിന്റെ പുണ്യം അനുഗ്രഹവർഷമായി പെയ്തിറങ്ങുന്ന റമളാനിന്റെ അവസാന നാളുകളിലൂടെ വിശ്വാസി സമൂഹം കടന്നുപോകുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ബാങ്കുലി ഉയർന്ന ചേരമാൻ ജുമാ മസ്ജിദ് പ്രാർത്ഥനയുടെ ധന്യമായ അടയാളമായി നിലകൊള്ളുകയാണ്. ക്രിസ്തുവർഷം 629 ഇന്ത്യയിലെ ആദ്യത്തെ ജുമാ മസ്ജിദ് കൊടുങ്ങല്ലൂരിൽ സ്ഥാപിച്ചത്. അന്നത്തെ രാജാവായിരുന്ന ചേരമാൻ പെരുമാൾ നൽകിയ സ്ഥലത്താണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ ചിഹ്നങ്ങളിലൊന്നാണ് ചേരമാൻ ജുമാ മസ്ജിദ്. ഒപ്പം ചരിത്രാന്വേഷികൾക്ക് പ്രിയപ്പെട്ട ഇടവുമാണിത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തൂക്കുവിളക്ക്, പച്ചില ചാറുകൾ കൊണ്ട് നിറം കൊടുത്ത പ്രസംഗപീഠം, പഴയകാല ചുവരെഴുത്തുകൾ തുടങ്ങിയവ ചേരമാൻ പള്ളിയുടെ ചരിത്ര പ്രാധാന്യം വിളിച്ചോതുന്നവയാണ്. കാലാകാലങ്ങളിൽ പള്ളിയിൽ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായെങ്കിലും പിന്നീട് അവയെല്ലാം പൊളിച്ചു നീക്കി പഴയ പള്ളി പുനരുദ്ധരിച്ച് സംരക്ഷിച്ചിരിക്കുകയാണിപ്പോൾ. ഇതോടൊപ്പം കൂടുതൽ പേർക്ക് പ്രാർത്ഥന നിർവഹിക്കുന്നതിനായി ഭൂഗർഭ പള്ളിയും നിർമ്മിച്ചിട്ടുണ്ട്. റംളാൻ നാളുകളിൽ ചേരമാൻ പള്ളിയിലെ നോമ്പുതുറയിൽ പങ്കെടുക്കാനും ജീരകക്കഞ്ഞി നുണയാനും നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമായി ദിവസവും 100 കണക്കിന് ആളുകളാണ് വന്നെത്തുന്നത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ.
തദ്ദേശ സ്ഥാപനങ്ങളിലെ ഓൺലൈൻ സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി നിലവിൽ നഗരസഭകളിൽ ഉപയോഗിച്ചുവരുന്ന കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ സംവിധാനം ഏപ്രിൽ 1 മുതൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഏർപ്പെടുത്തും. സോഫ്റ്റ്വെയർ വിന്യാസത്തിനും നടത്തിപ്പിനും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടതിനാൽ മാർച്ച് 31 മുതൽ ഏപ്രിൽ 5 വരെ പൊതുജനങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ അപേക്ഷകൾ നൽകാൻ കഴിയില്ല. ഏപ്രിൽ 1 മുതൽ 9 വരെ ഉദ്യോഗസ്ഥ തലത്തിലും സോഫ്റ്റ്വെയറുകൾ പ്രവർത്തിക്കില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ പൂരത്തോടനുബന്ധിച്ചുള്ള നെയ് സമർപ്പണം തുടങ്ങി. ദേശക്കാരുടെ വകയായുള്ള സമ്പൂർണ്ണ നെയ്വിളക്കിൽ ഭാഗഭാക്കാകുന്നതിനുള്ള നെയ് സമർപ്പണത്തിൽ വിവിധ ദേശങ്ങളിലുള്ള നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. ക്ഷേത്ര നടപ്പുരയിൽ ഒരുക്കിവച്ചിരുന്ന ഓട്ടുചരക്കിലാണ് ഭക്തർ കൂട്ടമായി നെയ്യ് സമർപ്പിച്ചത്. ഗ്രാമബലി വരെയുള്ള 13 ദിവസങ്ങളിൽ ശ്രീലകത്തും ചുറ്റിലുമുള്ള എല്ലാ വിളക്കുകളിലും നെയ്ത്തിരിയാണ് തെളിയുക. ശാസ്താവിന് നിവേദിച്ച കടുമധുര നെയ്പായസം ഭക്തർക്ക് പ്രസാദമായി നൽകി. പൂരത്തിന്റെ ഭാഗമായി ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ ചുറ്റുവിളക്ക് തെളിഞ്ഞു. 13 ദിവസങ്ങളിലായി 23 ചുറ്റുവിളക്കുകളാണുള്ളത്. 3 ചുറ്റുവിളക്കുകൾ സമ്പൂർണ്ണ നെയ്വിളക്കോടെയാണ് നടത്തുക. ആറാട്ടുപുഴ ഉത്സവാഘോഷ കമ്മിറ്റി പങ്കാളി ക്ഷേത്രങ്ങളിലും അനുബന്ധ ക്ഷേത്രങ്ങളിലും മാർച്ച് 30-ന് നെയ്യ് സമർപ്പിക്കും. കേരളത്തിന്റെ തനത് ആയോധന കലയായ കളരിപ്പയറ്റിലൂടെ നിരവധി പേർക്ക് അടവും ആരോഗ്യ ജീവിതവും പകർന്നു നൽകുകയാണ് രാധ ടീച്ചർ. 15 വർഷമായി ഈ 55-കാരി കളരി പരിശീലിപ്പിക്കൽ തുടങ്ങിയിട്ട്. യുവതലമുറയെ കളരിപ്പയറ്റിലേക്ക് ആകർഷിക്കാനും ലഹരിയുടെ ചതിക്കുഴികളിൽ വീഴാതെ ആരോഗ്യ ജീവിതത്തിലേക്ക് വഴിനയിക്കാനുമായി എറവ് കോലാട്ട് ഭഗവതി ക്ഷേത്രത്തിന് സമീപമുള്ള ഹാളിലാണ് രാധ ടീച്ചർ കളരി പരിശീലിപ്പിക്കുന്നത്. കൗമാരക്കാരായ കുട്ടികൾക്കും മുതിർന്ന സ്ത്രീകൾക്കും സ്വയം രക്ഷയ്ക്കുള്ള അടവുകൾ പരിശീലിപ്പിക്കുന്ന കേന്ദ്രമാണ് ടീച്ചറുടെ കളരി. സാധന ചെയ്ത് ശരീരത്തിനെയും മനസ്സിനെയും മെരുക്കിയെടുക്കുന്ന കലയായ മെയ്പ്പയറ്റ്, കോൽത്താരി, അങ്കത്താരി, വെറുംകൈ എന്നിങ്ങനെ അടവുകൾ ഓരോന്നായി ടീച്ചർ ശിഷ്യരെ പരിശീലിപ്പിക്കും. ചുവട് മാറി ഓതിരം ഒളവ് മാറിത്തടുത്ത് കടകം. മുല്ലശ്ശേരിയിൽ 15 വർഷം മുൻപ് ഏതാനും കുട്ടികളെ വെച്ച് വേദ കളരി പാഠശാല സ്ഥാപിച്ചായിരുന്നു തുടക്കം. കളരിപ്പയറ്റിലും യോഗയിലും പ്രാവീണ്യം നേടിയ ഭർത്താവ് ഡോക്ടർ സുവ്രതനായിരുന്നു രാധ ടീച്ചറുടെ കളരി ജീവിതത്തിന്റെ വഴികാട്ടി. സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ഒട്ടേറെ ശിഷ്യർ ഇവർക്കുണ്ട്. മുഴുവൻ സമയവും കളരിപ്പയറ്റിനായി മാറ്റിവെച്ചവരാണ് ഈ ദമ്പതികൾ. കളരി പഠിക്കുമ്പോൾ നമുക്ക് ശരീരത്തിൽ പ്രതിരോധ ശക്തി വർദ്ധിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴുള്ള കുട്ടികൾ ഈ മദ്യം മയക്കമരുന്ന് കുട്ടികളെ 8ാം ക്ലാസ് തൊട്ട് കുട്ടികളെ നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ല. നമ്മൾ പോലും അറിയണില്ല. കുട്ടികളെ ഫോണിൽ നോക്കിയിട്ടാണ് ഓരോ സാധനങ്ങൾ ഈ മയക്കമരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ പോണത്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചു ഇതേപോലത്തെ ക്ലാസ്സുകളിൽ പോയി ആ കുട്ടികളിൽ ഭയങ്കര മാറ്റം വരും. അതേപോലെ തന്നെ ആർക്കായാലും ശരീരത്ത് പ്രതിരോധ ശക്തി വർദ്ധിക്കും. പല സ്ഥലങ്ങളിലും കളരിപ്പയറ്റ് പരിശീലിപ്പിച്ച ശേഷം അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവരെ മറ്റുള്ളവർക്ക് പരിശീലനം നൽകാൻ ഏൽപ്പിച്ച് കൂടുതൽ സ്ഥലങ്ങളിൽ കളരിപ്പയറ്റിലേക്ക് ആളുകളെ ആകർഷിക്കാൻ ഇവർക്ക് കഴിഞ്ഞു. ഒഴിവു സമയങ്ങളിൽ കുട്ടികളുടെ മൊബൈൽ ഉപയോഗവും ചീത്ത കൂട്ടുകെട്ടുകളും തുടങ്ങി ലഹരി ഉപയോഗം വരെ എത്തി നിൽക്കുന്ന ഇക്കാലത്ത് കഴിയാവുന്നത്ര പേരെ കളരിപ്പയറ്റിലേക്ക് എത്തിച്ച് സമൂഹത്തിന് ഉപകാരപ്രദമാക്കണമെന്ന ചിന്തയിലാണ് ഈ ടീച്ചർ. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ നെഹ്റു പാർക്കിൽ ഫാഷൻ ഷോ അരങ്ങേറി. വിമല കോളേജിലെ ഫാഷൻ ടെക്നോളജി ബിരുദ വിദ്യാർത്ഥിനികളായ 7 പേരാണ് ഫാഷൻ ഷോ അവതരിപ്പിച്ചത്. പാർക്കിൽ അരങ്ങേറിയ ഫാഷൻ ഷോ വൈബ് അമ്മമാരും കുട്ടികളുമടക്കം നിരവധി പേരാണ് ആസ്വദിച്ചത്. പ്രകൃതിദത്തമായ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ആവശ്യകത പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഫാഷൻ ഷോ. ഫാഷൻ ഷോയ്ക്കുള്ള വസ്ത്രങ്ങൾ വിദ്യാർത്ഥിനികൾ തന്നെയാണ് തയ്യാറാക്കിയത്. ഇനി TCV ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ജീവിതമാണ് ലഹരി. ലഹരിക്കെതിരെ പുതുക്കാട് മണ്ഡലത്തിൽ ജനകീയ കൂട്ടായ്മയിലൂടെ പദ്ധതി നടപ്പിലാക്കുമെന്ന് KK രാമചന്ദ്രൻ MLA പറഞ്ഞു. ലഹരിക്കെതിരെ TCV നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ അഭിനന്ദനാർഹമാണെന്നും MLA പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം ജനകീയമായി തന്നെ സംഘടിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ പ്രത്യേക പദ്ധതികൾ കേരളത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. പുതുക്കാട് നിയോജക മണ്ഡലത്തിലും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പ്രവർത്തന പരിപാടികൾക്ക് നാം രൂപം നൽകിയിരിക്കുകയാണ്. ഇവിടെ പുതുക്കാട് മണ്ഡലത്തിൽ ഒരു ജനസഭ മണ്ഡലാടിസ്ഥാനത്തിൽ മണ്ഡലത്തിലെ എല്ലാ ജനപ്രതിനിധികളും എല്ലാ സ്കൂളിലെ HMമാർ, പ്രിൻസിപ്പൾമാർ, PTA പ്രസിഡന്റുമാർ, അതുപോലെ ലൈബ്രറി കൗൺസിലിലെ ആളുകൾ, ലൈബ്രറികൾ,
അതുപോലെ തന്നെ നമ്മളോട് സഹകരിക്കാൻ തയ്യാറുള്ള എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എല്ലാവരെയും വിളിച്ചു ചേർത്തുകൊണ്ട് വിപുലമായിട്ട് ഉദ്യോഗസ്ഥർ SP ഉൾപ്പെടെ റൂറൽ SP ഉൾപ്പെടെ അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഡെപ്യൂട്ടി കമ്മീഷണർ ഉൾപ്പെടെ നിരവധിയായ പ്രമുഖ വ്യക്തിത്വങ്ങൾക്ക് പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വിപുലമായിട്ടുള്ള ഒരു ജനസഭ സംഘടിപ്പിക്കുകയുണ്ടായി. ആ ജനസഭയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായി എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ ഗ്രാമവാർഡുകളിലും എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള നേരത്തെ കണ്ട രീതിയിലുള്ള സർവ്വ രാഷ്ട്രീയ പ്രതിനിധികളെയും അവിടുത്തെ വായനശാലകൾ, ക്ലബ്ബുകൾ, യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ, അങ്ങനെയുള്ള എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഉദ്യോഗസ്ഥരെയും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ലഹരിക്കെതിരായിട്ടുള്ള പ്രായോഗികമായ പ്രവർത്തന പദ്ധതികൾക്ക് പുതുക്കാട് നിയോജക മണ്ഡലം ജനസഭ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അത് വിജയത്തിലേക്ക് എത്തിക്കണം. എല്ലാവരും അതിൽ സഹകരിക്കണം. വാർഡ് തലത്തിലാണ് ഇതിൻ്റെ മുഖ്യമായ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത്. ബോധവൽക്കരണ ക്ലാസ്സുകളും ഫ്ലാഷ് മോബുകളും സ്കൂൾ തലത്തിലുള്ള വലിയ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാനും സ്കൂൾ തുറന്നതിന് ശേഷം വിപുലമായി സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ പരീക്ഷയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, സ്കൂൾ വെക്കേഷനാണ് എന്ന പരിമിതിയൊക്കെ ഉണ്ടെങ്കിലും എല്ലാ മേഖലയിലും വലിയ ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ TCVയും മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. ഇവിടെ TCV ഒരു ക്യാമ്പയിൻ എടുത്തിരിക്കുന്നു. ലഹരി ഉപയോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകാം, ഒരുമിച്ച് മുന്നോട്ട് പോകാം. TCVയുടെ പ്രത്യേകമായ ഈ ഉദ്യമത്തിന് പ്രത്യേകമായ എൻ്റെ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു. നന്ദി. നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ് എന്നത് ആപ്തവാക്യമായി എടുത്ത് മനസ്സിൽ ഉറപ്പിക്കണമെന്ന് തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തൃശൂർ സിറ്റി, തൃശൂർ കാൽഡിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ കൈകോർക്കാം യുവതയ്ക്കായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു DIG. രാജ്യത്തിന്റെ വലിയ പ്രതീക്ഷയായ യുവജനത ലഹരിയുടെ മായാവലയത്തിൽ കുരുങ്ങുന്നത് ഏറെ സങ്കടകരമാണ്. നമ്മുടെ രാജ്യത്തെ ആയുധമില്ലാതെ തകർക്കുന്ന ആയുധമാണ് ലഹരിമരുന്ന് കച്ചവടം. ഒരേ സമയം യുവജനതയെ നശിപ്പിക്കുകയും അതിലെ ലാഭം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായുള്ള ആയുധ സംഭരണത്തിനായി ഉപയോഗിക്കപ്പെടുകയുമാണ് ചെയ്യുക. ഒരു തവണ ഉപയോഗിച്ചാൽ അകപ്പെട്ടു പോകുന്ന ലഹരിയുടെ മായാവലയത്തിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കാൻ യുവജനങ്ങൾക്ക് ബാധ്യതയുണ്ടെന്നും DIG പറഞ്ഞു. തൃശൂർ ACP NS സലീഷ് ലഹരിവിരുദ്ധ സന്ദേശം നൽകി. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തൃശൂർ സിറ്റി പ്രസിഡന്റ് KC ബൈജു അധ്യക്ഷത വഹിച്ചു. കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ അബി പോൾ, മാനേജർ ഡോക്ടർ സിസ്റ്റർ ജിൻസി, പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തൃശൂർ സിറ്റി സെക്രട്ടറി ബിനു ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ ചുറ്റുമുള്ള നമ്മളുമായി ശത്രുതയുള്ള പല രാജ്യങ്ങളും ഇത് അത്ര ശുഭകരമായിട്ടല്ല കാണുന്നത്. എല്ലാ യുദ്ധങ്ങൾക്കും ചോരപ്പുഴ ആവശ്യമില്ല. ഒരു രാജ്യത്തിനെ തകർക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് അവിടുത്തെ യുവതലമുറയെ വഴിതിരിച്ചു കയറുന്നതാണ്. ഇന്ന് ഇന്ത്യയിൽ ക്യാമ്പസുകളിലും സ്കൂളുകളിലും ഒഴുകുന്ന മദ്യ ലഹരി പദാർത്ഥങ്ങൾ കഞ്ചാവ് മാത്രമല്ല, MDMA പോലുള്ള സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ്, മാരകമായിട്ടുള്ള കെമിക്കൽ മയക്കുമരുന്നുകൾ. ഗുരുവായൂരിൽ ലോഡ്ജ് മുറി വൃത്തിയാക്കാനെന്ന വ്യാജനയെത്തി താമസക്കാരുടെ പണം കവർന്നയാളെ പിടികൂടി പോലീസിന് കൈമാറി. ചെറുതുരുത്തി താഴപ്പുറ വീട്ടിൽ ഉദയനാണ് പിടിയിലായത്. പടിഞ്ഞാറെ നടയിലെ ശ്രീ വെങ്കടേശ്വര ലോഡ്ജിലാണ് സംഭവം. ക്ഷേത്ര ദർശനത്തിനെത്തിയ കൊല്ലം സ്വദേശി ശൈലജയുടെ 1500 രൂപയാണ് കവർന്നത്. ദർശനം കഴിഞ്ഞ് ഇവർ നാട്ടിലേക്ക് പോകാൻ സാധനങ്ങൾ ഒതുക്കിവെക്കുകയായിരുന്നു. ഈ സമയത്താണ് മുറി വൃത്തിയാക്കാനെന്ന പേരിൽ ഇയാളെത്തിയത്. മുറി വൃത്തിയാക്കി തിരികെ പോകുന്നതിനിടയിലാണ് ബാഗിൽ സൂക്ഷിച്ചിരുന്ന പണം നഷ്ടപ്പെട്ട വിവരം താമസക്കാർ അറിയുന്നത്. ഉടൻ തന്നെ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന സഞ്ചി പരിശോധിച്ചപ്പോൾ പണം കണ്ടെത്തി. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച മോഷ്ടാവിനെ ജീവനക്കാർ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. ടെമ്പിൾ SI പ്രീത ബാബുവിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വഴിപാട് നിരക്കുകൾ വർദ്ധിപ്പിച്ചു. നാലമ്പല വിളക്കുവെപ്പ്, മാലകൾ, പൂവുകൾ എന്നിവ ഉപയോഗിച്ചുള്ള വഴിപാടുകളുടെ നിരക്കുകളാണ് വർദ്ധിപ്പിച്ചത്. വഴിപാട് സാധനങ്ങളുടെ വില വർധനയെ തുടർന്നാണ് നിരക്ക് വർദ്ധിപ്പിച്ചതെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. പുതുക്കിയ നിരക്ക് ഏപ്രിൽ 1 മുതൽ നിലവിൽ വരും. നാലമ്പലം വിളക്കുവെപ്പ് വഴിപാട് 13,000 രൂപയായും വലിയ നിറമാല 8,000 രൂപയായും നിറമാല 300 രൂപയുമായാണ് വർദ്ധിപ്പിച്ചത്. ഉണ്ടമാല, അർച്ചന എന്നിവയ്ക്ക് പുറമെ വിവാഹം, വാഹനപൂജ എന്നിവ ഷീട്ടാക്കുന്നതിനുള്ള നിരക്കുകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കുപ്രസിദ്ധ ഗുണ്ടകളായ 6 പേർക്കെതിരെ കാപ്പ ചുമത്തി. കാപ്പ നിയമപ്രകാരം നടപടികൾ സ്വീകരിച്ചു. മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗുണ്ടയായ പനങ്ങാട്
പോഴങ്കാവ് സ്വദേശി ചെന്നാറ വീട്ടിൽ മുത്തു എന്ന് വിളിക്കുന്ന ധനേഷിനെ 1 വർഷത്തേക്കും, കയ്പമംഗലം സ്വദേശി പള്ളിപ്പറമ്പിൽ വീട്ടിൽ ഷാബിദ്, കരുവപ്പടന്ന സ്വദേശി മാക്കാംതറ വീട്ടിൽ അമീൻ, ലോകമല്ലേശ്വരം തിരുവള്ളൂർ സ്വദേശി കോറാശ്ശേരി വീട്ടിൽ വൈശാഖ്, ലോകമല്ലേശ്വരം കാരൂർ മഠം സ്വദേശി കുന്നത്തുപടിക്കൽ തനൂഫ്, കാട്ടൂർ ഇല്ലിക്കാട് സ്വദേശി കുതിരപ്പള്ളി വീട്ടിൽ തിലേഷ് എന്നിവരെ കാപ്പ പ്രകാരം 6 മാസക്കാലത്തേക്കുമാണ് നാടുകടത്തിയത്. ഈ വർഷം ഇതുവരെ തൃശൂർ റൂറൽ ജില്ലയിൽ 31 പേരെ കാപ്പ പ്രകാരം ജയിലിലടച്ചു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,360 രൂപ, പവന് 66,880 രൂപ. വെള്ളി ഗ്രാമിന് 111 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,365 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം വെടിക്കെട്ട് വിവാദത്തിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇപ്പോഴത്തെ വിവാദം കാര്യമാക്കേണ്ടതില്ലെന്ന് സുരേഷ് ഗോപി. വെടിക്കെട്ടിന് എങ്ങനെയാണ് അനുമതി ലഭിക്കുകയെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കണമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ജനവാസ മേഖലയിൽ തുടർച്ചയായി പുലിയുടെ സാന്നിധ്യം മൂലം ചാലക്കുടിയിൽ ജനങ്ങൾ ഭീതിയിൽ. പുലിയെ പിടികൂടാൻ തിങ്കളാഴ്ച ജനകീയ തെരച്ചിൽ നടത്തുമെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. തൃശൂർ കുന്നംകുളം പാത വികസനം തുടരുമ്പോഴും പൂങ്കുന്നത്ത് റോഡ് വികസനമില്ല. യാത്രാ ദുരിതം ബാക്കി നിർത്തി പൂങ്കുന്നത്തെ കുപ്പിക്കഴുത്ത്. മധുരകം ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളായ 2 പേർക്ക് ഇരട്ട ജീവപര്യന്തം. ബാലികയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിച്ച കരാട്ടെ പരിശീലകന് 21 വർഷം തടവ്. ഹണി ട്രാപ്പിലൂടെ പണം അപഹരിച്ചതിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൊല്ലം സ്വദേശിനിക്ക് 4 വർഷം തടവ്. ദേശമംഗലം കൊണ്ടയൂരിൽ മദ്യലഹരിയിൽ മകൻ അമ്മയെ തല്ലിച്ചതച്ചു. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ശക്തമാക്കുമെന്ന് DIG R ഹരിശങ്കർ. ലഹരിക്കെതിരെ TCV നടത്തുന്ന ക്യാമ്പയിൻ അഭിനന്ദനാർഹമാണെന്ന് KK രാമചന്ദ്രൻ MLA. തൃശൂർ കൈപ്പറമ്പ് തലക്കൂട്ടുകര റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തി റോഡരികിൽ മെറ്റൽ കൂനകൾ. മേഖലയിൽ അപകടങ്ങൾ തുടർന്നത്. മയക്കുമരുന്ന് കേസിൽ പിടിയിലായ മനക്കുടി സ്വദേശി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. പോലീസിനെ വെട്ടിച്ചു കടന്നത് ബാംഗ്ലൂരുവിൽ തെളിവെടുപ്പിനിടെ. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.